എക്സാമിന് നെക്സ്റ്റ് പഠിക്കേണ്ട കുറച്ച് ഫോംസ് ആണ്. എല്ലാം ഒരു 59 ഫോംസ് ഉണ്ട്. പക്ഷെ നമ്മളതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ഫോംസ് നമ്മൾ നോക്കി വെച്ചാൽ മതി. അതിൽ ഫസ്റ്റ് ഫോം നമ്പർ 1 ഫോം ഓഫ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ് ഫോം നമ്പർ 1. ഫോം നമ്പർ 2 രജിസ്റ്റർ ഓഫ് അപ്ലിക്കേഷൻ. ഫോം നമ്പർ 3 സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. 1 ഫോം ഓഫ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, സെക്കൻഡ് ഫോമിൽ രജിസ്റ്റർ ഓഫ് അപ്ലിക്കേഷൻ, തേർഡ് ഫോമിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. 3A വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇൻ കേസ് നമ്മളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ, തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഫോം നമ്പർ 3A. ഫോം നമ്പർ 4 റെക്കോർഡ് ഓഫ് നെയിം, അഡ്രസ് ആൻഡ് ബൈലോ ഓഫ് സൊസൈറ്റി ഓർ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 6A ID കാർഡിനെ കുറിച്ച് പറയുന്ന ഫോം 6A ആണ്. 6B അക്നോളജ്മെൻറ്റ് ഓഫ് രജിസ്റ്റർ ഓഫ് ID കാർഡ്. ഫോം 7 ഡിക്ലറേഷൻ ഫോർ ചാർജ് ഓൺ ലാൻഡ്. ഫോം 8 രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ 8A ഗഹാൻ. ദെൻ ഫോം നമ്പർ 31 അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഫോം നമ്പർ 32 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം നമ്പർ 32 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട്. ഫോം നമ്പർ 34 വോട്ടേഴ്സ് ലിസ്റ്റ്. ഫോം നമ്പർ 35 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ്. ഫോം നമ്പർ 36 നോമിനേഷൻ പേപ്പർ ഫോർ കാൻഡിഡേറ്റ്സ്. ദെൻ ഫോം നമ്പർ 37 അക്നോളജ്മെൻറ്റ് ഫോർ റെസീപ്റ്റ് ഓഫ് നോമിനേഷൻ പേപ്പർ. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫോം നമ്പർ 37 അക്നോളജ്മെൻറ്റ് ഫോർ റെസീപ്റ്റ് ഓഫ് നോമിനേഷൻ പേപ്പർ. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും റൂൾസും ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഒരു 110 സെക്ഷൻ ഉണ്ട്. സബ് സെക്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. 110 പഠിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല അതാണ്. ഏകദേശം കാണാതെ അറിയില്ലെങ്കിലും ഏകദേശം എന്തെങ്കിലും ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. 110 സെക്ഷൻസൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് സബ് സെക്ഷനും പറയുന്നുണ്ട്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. അതായത് നമ്മളുടെ പ്രിയാമ്പിൾ എന്നൊക്കെ പറയില്ല, ഒരു ആമുഖമാണ് സെക്ഷൻ 1 പറയുന്നത്. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 2 ഡെഫിനിഷനാണ്. അതായത് സൊസൈറ്റിയുടെ ഓരോ ടേംസിന് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് സെക്ഷൻ 2. സെക്ഷൻ 3 രജിസ്ട്രാർ. സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. സെക്ഷൻ 6 application for registration of cooperative societies. Section 7 registration. Section 8 registration certificate. Section 8A application to apex society. Section 9 cooperative societies to be body corporate. Section 10 change of name of society. Section 11 change of liability. Section 12 amendment of bylaw of a society. Section 13 when amendment of bylaw come into force. Section 13A subject matter of bylaw. Section 14 amalgamation, transfer of asset and liabilities and division of society. Section 14A provision regarding transfer of asset and liabilities of District Cooperative Bank to Kerala State Cooperative Bank. Section 14AA promotion of subsidiary institutions for economic welfare of members. Section 14B partnership of cooperative societies. Section 15 cancellation of registration certificate of society in certain cases. Section 16 person who may become member. Section 17 expulsion of members. Section 18 nominal or associate members. Section 19 members not to exercise right till due payment made. Section 19B right of a member to get information. Section 20 vote of members. Section 21 manner of exercising vote. Section 22 restriction on holding shares. Section 23 restriction on transfer of shares or interest.
Section 24, restriction on withdrawal of shares. Section 25, transfer of interest on death of members. Section 26, liabilities of past member or of estate of deceased member. Section 27, final authority in a society. Section 28, appointment of committee. Section 28A, reservation of women members and members belonging to SC/ST in the committee. Section 28AA, reservation for persons with banking experience or professional qualification in the committees of Urban Cooperative Bank. Section 28B, State Cooperative Election Commission. Section 29, Annual General Body Meeting. Section 30, Special General Body Meeting. Section 31, Nominees of Government on Committee of an Apex or a Central Society. Section 32, Supersession of Committee. Section 33, Appointment of new committee or administrator on failure to constitute committee, etc. Section 34, securing possession of records, etc. Section 35, first charge of society on certain assets. Section 36, charge on land owned or held by members borrowing loans from certain societies. Section 36A, Gahan. Section 37, deduction from salary to meet society's claim in certain cases. Section 38, charge and set off in respect of shares or interest of members in the capital of a society. Section 39, shares or interest or reserve fund not liable to attachment. Section 40, exemption from certain taxes, fees and duties. Section 41, exemption from compulsory registration of instruments. Section 42, direct partnership of government in society. Section 43, indirect partnership of government in society. Section 44, principal state partnership fund. Section 45, subsidiary state partnership fund. Section 46, approval of government for purchase of shares. Section 47, liability to be limited in respect of certain shares. Section 48, restriction on amount of dividend. Section 49, indemnity of apex and central society. Section 50, disposal of share capital and dividend. Section 51, disposal of principal state partnership fund and subsidiary state partnership fund on winding up of a apex or central society. Section 52, agreement by government and apex societies. Section 53, orders form of state aid to societies. Section 54, provisions of section 43 to 52 to override other losses. Section 55, fund not to be divided. Section 56, disposal of net profit. Section 56A, disposal of non-banking asset. Section 57, investment of fund. Section 57A, cooperative development and welfare fund. Section 57B, deposit guarantee scheme. Section 57C, consortium lending scheme. Section 57D, cooperative risk fund scheme. Section 58, restriction on borrowing. Section 59, restriction on loan. Section 60, restriction on other transaction with members. Section 61, provident fund. Section 62, gratuity. Section 63, DCA. Section 64, scope of audit, powers of DCA and procedure of audit. Section 65, inquiry by RCS. Section 66, supervision and inspection. Section 66B, suspension of officers.
Section 66 Supervision and Inspection. Section 67 Cost of Enquiry or Inspection. Section 68 Surcharge. Section 68A Vigilance Officer. Section 69 Dispute to be decided by Cooperative Arbitration Court and RCS. Section 69A Cooperative Ombudsman. Section 70 Award on Dispute. Section 70A Cooperative Arbitration Court. Section 70B Provisions as to pending proceedings. Section 71 Winding up of societies. Section 72 Liquidator. Section 73 Power of Liquidator. Section 74 Cancellation of Registration of Society. Section 74A Insured Cooperative Bank. Section 74B Opening of branches. Section 74C Inspection in certain cooperatives. Section 74D Duty of Chief Executive to supply confirmation certificate. Section 74E Manner of acceptance of deposit and lending of money. Section 74F Right of loan. Section 74G Library in cooperative societies. Section 74H Amalgamation of District Cooperative Bank to the Kerala State Cooperative Bank. Section 75 Enforcement of Charge. Section 76 Execution of award orders. Section 77 Registrar or persons empowered by him to be a civil court on certain purpose. Section 78 Attachment of property before award or order. Section 79 Recovery of sums due to government. Section 80 Officers etc. of cooperative societies. Section 80A Pension Scheme. Section 80B Cooperative Service Examination Board. Section 80C the Kerala Cooperative Employees Welfare Scheme. Section 80D Kerala Cooperative Employees Welfare Board. Section 80E Transfer of asset and control of the existing Kerala State Cooperative Employees Welfare Board. Section 81 Tribunal. Section 81A Provisions as to certain pending proceedings. Section 82 Appeal to Tribunal. Section 83 Appeal to other authorities. Section 84 Revision by Tribunal. Section 85 Review of order by Tribunal. Section 86 Interlocutory order by Tribunal. Section 87 Revision of powers of RCS and government. Section 88 Constitution of Circle Cooperative Union. Section 88A Appointment of officers on default or negligence of members of Circle Cooperative Union. Section 88B Appointment of officers on failure to constitute Circle Cooperative Union. Section 88C Removal of chairman. Section 89 Kerala State Cooperative Union. Section 89C Removal of chairman or vice chairman of State Cooperative Union. Section 90 Cooperative societies to affiliate to State Cooperative Union. Section 91 Functions of State Cooperative Union. Section 92 Assets, liabilities etc. of regional unions. Section 93 Asset, liabilities etc. of State Cooperative Union. Section 94 Offences. 95 Cognizance of offences. Cognizance of offences. Section 96 Address of a society. Section 97 Copy of Act, Rule and Bylaws to be open to inspection. Section 98 Tribunal, Registrar etc. to have certain power on civil court. Section 99 Order to be pronounced. Section 100 Bar of jurisdiction of court. Section 101 Power to exempt societies. Section 102 Register of members. Section 103 Proof of entries in society's book. Section 104 Service of notice. Section 105 Act of societies not to be invalidated by certain defects.
Section 106, immunity for act done or purporting to be done in good faith. Section 107, Companies Act 1956, not to apply. Section 108, duties of police officer. Section 109, powers to make rules. Section 110, repeal and savings. അപ്പോൾ ഇതൊക്കെയാണ് 110 സെക്ഷൻസും. മെയിനായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട സബ്സെക്ഷൻസും ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഓർത്തിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ട്രിക്കും കോഡൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. എന്തായാലും ഒരു സെക്ഷനോ റൂളോ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ